ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 20 സെൻറ്റ് പ്ലോട്ടിൽ 2980 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളോടുകൂടി എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരുപോലെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ്. വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ താനാളൂരാണ്. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് വാൾ മുതൽ തന്നെ കണ്ടു തുടങ്ങാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കോമ്പൗണ്ട് വാളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാളിനിടയിലായിട്ട് പ്ലാസ്റ്ററിങ്ങിൽ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് പ്ലാന്റ് ബോക്സും കൊടുത്തിട്ടുണ്ട്. ഇനി ഗേറ്റിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ നിലത്ത് വിരിച്ചിട്ടുള്ളത് കോബിൾ സ്റ്റോൺ ആണ്. ഗേറ്റ് ചെയ്തിട്ടുള്ളത് HPL ഷീറ്റിലും GIയിലും ആണ്. വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗത്ത് ഈ ഒരു പില്ലറിലായിട്ട് വീടിൻ്റെ നെയിം വളരെ ഭംഗിയിൽ എഴുതിയിട്ടുണ്ട്. ദാറുൽ ഐൻ എന്നാണ് വീടിന് പേര് നൽകിയിട്ടുള്ളത്. ഗേറ്റിൻ്റെ ഈ ഒരു സെൻട്രൽ പോർഷനിൽ കാണുന്നത് മെറ്റൽ ഷീറ്റിൽ CNC കട്ടിങ് ചെയ്തിട്ടുള്ളതാണ്. ഗേറ്റ് തുറന്ന് നമ്മൾ കയറുമ്പോൾ വിശാലമായിട്ടുള്ളൊരു മുറ്റാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് ഇൻ്റർലോക്കാണ്. ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിട്ടുള്ളത് ശക്തി ഗ്രൂപ്പാണ് കേട്ടോ. സൈഡിലായിട്ട് പേൾ ഗ്രാസും ഫ്രൂട്ട്സിൻ്റെ തൈകളുമാണ് ചെയ്തിട്ടുള്ളത്. മുറ്റത്തിൻ്റെ ഈ ഒരു സൈഡിലായിട്ടൊരു ടാപ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു സൈഡിലും പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതിൽ താഴെ ഭംഗിക്ക് വേണ്ടിയിട്ട് പെബിൾ സ്റ്റോണും കൊടുത്തിട്ടുണ്ട്. ഇനി വീടിൻ്റെ എലിവേഷനിലേക്ക് വരുമ്പം നല്ല ഭംഗിയിലാണ് എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീട് ഡിസൈൻ ചെയ്തവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ എലിവേഷൻ ഭംഗി കൊടുക്കുന്നത് ഷോ വാള്, ഫ്ലാറ്റ് റൂഫ്, ഗ്ലാസ് വർക്ക്, GI വർക്ക് എന്നിവയാണ്. വീടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് പ്ലാന്റ് ബോക്സ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വലിയ വിൻഡോ ആണ് വന്നിട്ടുള്ളത്. കൂടാതെ ഫ്രണ്ടിലായിട്ട് ധാരാളം LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാളിലായിട്ട് ക്ലാഡിംഗ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് വീടിന് ഭംഗി കൊടുക്കുന്നത്. ഇനി സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നല്ലൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. സിറ്റ് ഔട്ടും ഒരു കുഞ്ഞു പോർച്ചുമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബൈക്കൊക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ്. ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ജാളി വർക്ക് ഫാഷ്യയുടേതാണ്. അത് നമുക്ക് അകത്ത് നിന്ന് കാണാം. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ചെയ്തിട്ടുള്ളത് ഷൂ റാക്കാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഡോറ് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കടക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇവിടെ ഹോളോ ബ്രിക്സ് നൽകിയിട്ട് അതിൽ ഗ്രാസ് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം ശക്തി ഗ്രൂപ്പിൻ്റെ വർക്കാണ് കേട്ടോ. ഇനി സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പിൻ്റെ 2 സൈഡിലായിട്ടും പ്ലാന്റ് ബോക്സ് ചെയ്തിട്ടുണ്ട്. 2 സ്റ്റെപ്പുകളാണ് നൽകിയിട്ടുള്ളത്. ലെങ്തി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ലെപ്പോത്ര ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വുഡൻ സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്കായിട്ട് 2 വുഡൻ ചെയറുകളും ഒരു ടീ ടേബിളും നൽകിയിട്ടുണ്ട്. ഈ ഒരു വാളിൽ മൊത്തം ക്ലാഡിംഗ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഫ്രണ്ടിലേക്ക് വരുന്ന ഈ ഒരു സിംഗിൾ വിൻഡോസും അതുപോലെ മെയിൻ ഡോറും ടീക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ വർക്കാണ്. സ്റ്റീലിൻ്റെ 2 ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ഒരു ഫോയറിലേക്കാണ്. ഈ ഒരു ഫോയറിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന് താഴെ ഒരു കുഞ്ഞു കോട്ടിയാട് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുണ്ട്. സൈഡിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നാച്ചുറൽ പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഇനി റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ ലിവിങ് ഏരിയ ചെയ്തിട്ടുള്ളത്. ലിവിങ്ങിലേക്ക് കിടക്കുന്ന ഭാഗത്ത് പാനൽ ചെയ്തിട്ടുണ്ട്. WPCയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയ CNC വർക്ക് വരുന്നുണ്ട്. ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് 320x380 ആണ്. സെൻട്രലായിട്ട് മാറ്റ് വിരിച്ചിട്ടുണ്ട്. 2 സൈഡിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ജിപ്സം സീലിംഗ് ആണ്. പിന്നെ ഈ ഒരു വാൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇവരുടെ ഉപ്പയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് അവാർഡ്സ് ആണ് കേട്ടോ അത്. നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന സോഫ സെറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
ഇനി ഈ ഒരു ലിവിങ്ങിൽ നിന്നാണ് ഇവിടെ ഒരു പാഷ്യോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ടഫൻ ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ഡോർ ആണ് ഇതിന് നൽകിയിട്ടുള്ളത്. താഴെ വിരിച്ചിട്ടുള്ളത് കോബിൾ സ്റ്റോൺ ആണ്. നല്ല ഭംഗിയുള്ള ടീ ടേബിളും 2 ചെയറുകളും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ GI വർക്കും ഗ്ലാസ് വർക്കുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മഴയൊക്കെ നല്ല ഫീലോടുകൂടി തന്നെ ആസ്വദിക്കാം കേട്ടോ. പിന്നെ വോളിൽ ക്ലാഡിംഗ് ടൈലാണ്. 2 സൈഡിലും ഇൻഡോർ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് ജാലിയാണ്. പിന്നെ വീടിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ ഒരു പാസേജിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് കടക്കുന്ന ഭാഗത്തുള്ള ഒരു സീലിംഗ് ആണ്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് കിച്ചൺ വന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് 3 ബെഡ്റൂം, പ്രെയർ റൂം എന്നിവ വന്നിട്ടുള്ളത്. 8 കുഷ്യൻ ചെയറുകളോട് കൂടിയിട്ടുള്ളൊരു ടേബിളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ വരുന്നത് വൈറ്റ് ഗ്ലാസ് ആണ്. ഇവിടെ ബാക്ക് സൈഡിലായിട്ട് ബേ വിൻഡോ ആണ് വരുന്നത്. അതിന് മുകളിലായിട്ട് പാനൽ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൻ്റെ ഈ ഒരു സൈഡ് വാളിലായിട്ടാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിൽ പാനൽ ചെയ്തിട്ടുണ്ട്. താഴെ ഷെൽഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലായിട്ടും ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഗ്ലാസ് ഡോറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡൈനിങ്ങിലായിട്ട് കാണുന്ന ഈ ഒരു ക്ലോക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതാണ് വീണ്ടും ഞാൻ എടുത്ത് കാണിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ബേ വിൻഡോക്ക് താഴെ ഷെൽഫ് വരുന്നുണ്ട്. മുകളിൽ കുഷ്യനാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സീബ്ര ബ്ലിൻസ് കർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഡൈനിങ്ങിൽ നിന്ന് ബെഡ്റൂമിലേക്ക് പോകുന്ന ഭാഗത്ത് ഇവിടെ ഒരു പാർട്ടീഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് GIയിൽ ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഇടയിലായിട്ട് CNC വർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോമൺ ബാത്റൂം കാണാം. ഇവിടേക്ക് കടക്കുന്ന ഭാഗത്ത് ഈ ഒരു പാസേജിലായിട്ട് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇതും ഗ്ലാസ് ഡോറാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബാത്റൂംസിനൊക്കെ നൽകിയിട്ടുള്ളത് FRP ഡോറുകളാണ് കേട്ടോ. ചെറിയൊരു ബാത്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ മൊത്തം ഇൻറ്റീരിയർ ചെയ്യാനായിട്ട് 9 ലക്ഷം രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ബെഡ്റൂം വരുന്ന ഭാഗത്തേക്ക് പോകാം. ഡൈനിങ്ങിൽ നിന്ന് നമ്മൾ നേരെ കടക്കുന്നത് ഒരു ഫോയറിലേക്കാണ്. ഈ ഒരു ഫോയറിലാണ് ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ കാണുന്നത് വാഷ് ഏരിയയാണ്. താഴെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ടും ഓപ്പൺ ഷെൽഫാണ് വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പാനൽ യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു ഭാഗത്താണ് പ്രെയർ റൂം നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഡോറ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ്സിലും വുഡിലും ആണ്. റൂമിൻ്റെ സൈസ് വരുന്നത് 250x150 ആണ്. ഈ ഒരു ഭാഗത്ത് വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഈ ഒരു ഭാഗത്ത് ഒരു ഫോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു ടേബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ഫോയറിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് കേട്ടോ. ഈ ഒരു റൂമിൻ്റെ സൈസ് വരുന്നത് 400x330 ആണ്. നമ്മൾ കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. WPC വിത്ത് മൈക്ക ലാമിനേഷനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. കോട്ടിൻ്റെ ഈ ഒരു ഹെഡ് വാളിലായിട്ട് വരുന്നത് വലിയ വിൻഡോ ആണ്. മുകളിൽ സിമ്പിൾ സീലിംഗ് ആണ് വരുന്നത്. അതുപോലെ ഇവിടെ ഒരു വാള് പെയിൻറ് ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ്
ബാത്റൂം വന്നിട്ടുള്ളത്. ബാത്റൂമിന് മുകളിലായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് 150x220 ഇതിനകത്തായിട്ട് ഒരു വാഷ് ബേസിനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം. ഇനി കാണാൻ പോകുന്നത് കിഡ്സ് ബെഡ്റൂമാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കിഡ്സ് ബെഡ്റൂമാണ്. കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് മിറർ യൂണിറ്റും ബാത്റൂമും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 400x320 ഈ ഒരു ബെഡ്റൂമിൻ്റെ സീലിംഗ് നല്ല ക്യൂട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ക്ലൗഡി തീമാണ്. ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത്. ഇടയിലായിട്ട് പിങ്കും ബ്ലാക്കും വരുന്നുണ്ട്. ഡബിൾ കോട്ടാണ് ചെയ്തിട്ടുള്ളത്. കോട്ട് ചെയ്തിട്ടുള്ളത് മറൈൻ പ്ലൈവുഡ് വിത്ത് മൈക്കയിലാണ്. ഇതിനകത്ത് GI വർക്കും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലേക്കായിട്ട് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റൂമിൻ്റെ 2 സൈഡിലുമായിട്ട് കുട്ടികൾക്ക് സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഷെൽഫ് വരുന്നുണ്ട്. സെൻട്രലായിട്ട് വലിയ വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ റോമൻ ഗ്ലിൻസ് കർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഡ്രസ്സിങ് ഏരിയ കാണാം. നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു മിറർ യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. ബാത്റൂമിൽ കൊടുത്തിട്ടുള്ള ടൈല് 2x4 ടൈലാണ്. താഴെ മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് വരുന്നത് 220x150 ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഇതൊരു പാർട്ടീഷൻ വർക്കാണ്. താഴെ ഷെൽഫ് വരുന്നുണ്ട്. സ്റ്റെയറിൻ്റെ ഭാഗത്ത് വരുന്ന പാർട്ടീഷനാണ് കേട്ടോ. GIയിൽ WPC ബോർഡ് കൊടുത്തിട്ട് അതിൽ പെയിൻറ് ചെയ്തിട്ടുള്ളതാണ്. സ്പ്രേ പെയിൻറ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം കാണാം. നമ്മൾ കടന്നു വരുമ്പം ഒരു സൈഡിലേക്കായിട്ടാണ് ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് മിററും കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിന് മുകളിലായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതിൻ്റെ സൈസ് വരുന്നത് 220x160 ഒരു ബാത്റൂമിലായിട്ടും വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് മിറർ യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കുഷ്യൻ ഹെഡ് ബോർഡോട് കൂടിയിട്ടുള്ളൊരു കോട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 സൈഡിലായിട്ട് ഷെൽഫ് വരുന്നുണ്ട്. ഒരു ഭാഗം വാള് ഗ്രീൻ പെയിൻറ് യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഭംഗിയിൽ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഒരു വലിയ വിൻഡോ ആണ് കേട്ടോ. ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളതും ഈ ഒരു കളർ തീമിൽ തന്നെയാണ്. സ്ലൈഡിംഗ് ഡോറാണ് ഇതിന് നൽകിയിട്ടുള്ളത്. താഴെ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കായിട്ടൊരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓഫീസ് വർക്കിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്. അതിന് സൈഡിലേക്കായിട്ട് ഒരു ഓപ്പൺ ഷെൽഫും വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം. സ്റ്റെയർ നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വുഡ് ആൻഡ് GIയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ വരുന്ന ആ ഒരു പാർട്ടീഷൻ വർക്കാണിത്. ഈ ഒരു വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ സ്റ്റെയർ വന്നിട്ടുള്ളത്.
നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ സെക്കൻഡ് ലാൻഡിങ്ങിലായിട്ട് ഇവിടെ ഒരു ഡോറ് ചെയ്തിട്ടുണ്ട്. ഇത് GIയിലാണ്. ഓപ്പൺ ടെറസാണ് ഇവിടെ വരുന്നത്. ഇത് എലിവേഷനിൽ നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ലൈറ്റൊക്കെ ഡയറക്റ്റായിട്ട് പുറത്തേക്ക് കാണുമ്പോൾ നല്ലൊരു ഭംഗി വരുന്നുണ്ട്. അപ്പോൾ മുകളിലെത്തി കഴിഞ്ഞാലുള്ളൊരു വ്യൂ ആണിത്. ഇവിടെ സീലിങ്ങിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു സിമ്പിൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് കാണുന്ന ആ ഒരു ഡബിൾ ഹൈറ്റ് വരുന്ന ഏരിയ ആണ് കേട്ടോ. അപ്പം നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പം ഈ ഒരു ഭാഗത്താണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. സെക്കൻഡ് ബെഡ്റൂം വരുന്നത് ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ്. ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയുള്ള വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഫ്ലോറിൽ മാർമോണൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു പാസേജ് വരുന്നുണ്ട്. ഈ ഒരു പാസേജിലാണ് നെക്സ്റ്റ് ബെഡ്റൂം വന്നിട്ടുള്ളത്. ഈ ഒരു സൈഡിലും നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. സെൻട്രലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ്. സിമ്പിളായിട്ടുള്ള കോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കിഡ്സ് ബെഡ്റൂമിന് മുകളിലായിട്ട് വന്നിട്ടുള്ളതാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു ബാൽക്കണി വരുന്നുണ്ട്. ആദ്യം ഒരു പാസേജ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓപ്പൺ ടെറസ് പോലെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തൊരു റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എലിവേഷനിൽ നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഫ്ലോറിലായിട്ട് മാറ്റ് ടൈലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബാൽക്കണിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇവിടെ ഓപ്പൺ ടെറസ് വരുന്നത്. അത്യാവശ്യം ഏരിയ വരുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. നമ്മൾ കടക്കുന്നത് ഒരു ഫോയറിലേക്കാണ്. ഈ ഒരു ഫോയറിലാണ് ബാത്റൂം വന്നിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ബ്ലൂ കളറാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഒരു ഭാഗം വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലായിട്ട് LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫ്രണ്ട് പോർഷനിലേക്കായിട്ട് ഒരു ബാൽക്കണി വരുന്നുണ്ട്. ഈ ഒരു ബാൽക്കണിക്ക് ഡബിൾ ഡോറാണ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഏരിയയാണ്. ടഫൻ ഗ്ലാസ്സിലും സ്റ്റീലിലുമാണ് ഈ ഒരു ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷം. ഇനി നമുക്ക് കിച്ചണ് കാണാം. കിച്ചൻ്റെ ഡോറ് ചെയ്തിട്ടുള്ളത് വുഡിലും ഗ്ലാസ്സിലും ആണ്. നല്ല ഭംഗിയുള്ള എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു കിച്ചണാണിത്. വിറകടുപ്പോട് കൂടിയിട്ടുള്ള കിച്ചണാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കിച്ചൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. കണ്ടു നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.